ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പൊട്ടാറ്റോ വെച്ചിട്ടുള്ള ഒരു ബ്രെഡിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്കിത് ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാനും വളരെ ഈസിയാണ്. ഇതിൽ ചീസൊക്കെ ചേർത്തിട്ടുണ്ട്, അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് 1.5 കപ്പ് മൈദയാണ് എടുക്കുന്നത്. 250 ml അളവ് കപ്പിലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈസ്റ്റ് ഒന്ന് കുതിർക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഇവിടെ 3/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ചെറിയ ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരുപാട് നല്ല ചൂടുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ തണുപ്പായതുകൊണ്ട് ഞാൻ 3/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റൊക്കെ മാറ്റി വയ്ക്കുമ്പോൾ ഈസ്റ്റ് ഒന്ന് കുതിർന്നു വരും. ഇനി ഈ മൈദമാവിലേക്ക് ഒരു 2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ ഈസ്റ്റ് ചേർത്താലും ബേക്കിംഗ് പൗഡർ കൂടി ചേർക്കുമ്പോൾ ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ അത് ഒഴിവാക്കിയാൽ മതി. ബേക്കിംഗ് സോഡ ചേർക്കരുത്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഈസ്റ്റിൻ്റെ ആ വെള്ളം ചേർത്ത് കൊടുക്കാം. ഈസ്റ്റ് കുതിർക്കാൻ വയ്ക്കുന്ന വെള്ളം ചൂട് കൂടി പോകരുത്. ഒരു ചെറിയൊരു ചൂട് മാത്രമേ ഉണ്ടാവൂ. നന്നായിട്ട് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് കൈകൊണ്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുന്ന മാവ് കുഴയ്ക്കുന്ന പോലെ തന്നെ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് മൈദ ഒന്ന് കയ്യിലാക്കിയിട്ട് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് മുകളിലായിട്ടൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് 1 മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക. അപ്പോൾ ഈസ്റ്റൊക്കെ ഒന്ന് പൊങ്ങി വരും. ഞാനിത് ഓവൻ്റെ ലൈറ്റ് ഓൺ ആക്കിയിട്ട് ഓവനിലേക്ക് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 30 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അപ്പോൾ റെഡിയായി കിട്ടും. ഇതിലേക്കായിട്ട് ഒരു ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ഉടച്ചെടുക്കാം. ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് എരിവിനായിട്ട് കുരുമുളകിൻ്റെ പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. അല്ലെങ്കിൽ ഉണക്കമുളക് ചതച്ചിട്ടുള്ളത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുരുമുളകിൻ്റെ പൊടിയായിരിക്കും നല്ലത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ബട്ടർ എടുക്കുമ്പോൾ തണുപ്പൊന്ന് മാറ്റിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് പാല് ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണൊക്കെ പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മാവൊക്കെ നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് കൈ കൊണ്ട് തന്നെ ഒന്നുകൂടി ഒരു ബോളാക്കി എടുക്കാം. ഇതേപോലെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ഒന്ന് ഉള്ളിലേക്ക് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് ഒരു ബോൾ പോലെ ആക്കിയെടുക്കാം. അപ്പോൾ ഒന്നുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഞാനിത് ഓവനിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു ട്രേ ഒന്ന് ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ഓവൻ ഇല്ലാതെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഒരു ഫ്രൈങ് പാനിൽ ഇതേപോലെ തന്നെ ചെയ്തിട്ട് മറ്റൊരു പാത്രം ചൂടാക്കിയിട്ട് പാൻ അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി.
ഇതേപോലെയുള്ള ഫ്രൈയിങ് പാനിൽ ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിനി ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കാം, അല്ലെങ്കിൽ ഒരു റോളർ ഉപയോഗിച്ചിട്ട് പരത്തിയിട്ട് ഇതേപോലെ പാനിലേക്ക് എടുത്തു വെച്ചാലും മതി. ഒരുപാട് കനത്തിൽ വേണ്ട, ഒന്ന് കനം കുറച്ചിട്ട് തന്നെയാണ് പരത്തുന്നത്. സൈഡ് ഒന്ന് ഇങ്ങനെ സൈഡിലേക്കായിട്ട് ഒന്നുകൂടി ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആ പൊട്ടാറ്റോയുടെ മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലായിടത്തേക്കും നന്നായിട്ട് ഒന്ന് നിരത്തി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചിക്കൻ വേവിച്ചിട്ട് ഉപ്പിട്ട് കുരുമുളകൊക്കെ ചേർത്ത് വേവിച്ചിട്ട് ഇതിലേക്ക് ഒന്ന് പിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ ഇതിലേക്ക് മൊസറല്ല ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലായിടത്തേക്കും ഒന്ന് ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് കുറച്ചൊന്ന് ബേക്ക് ചെയ്ത് വരുമ്പോൾ കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മുട്ടയുടെ മഞ്ഞ ഒന്ന് ബീറ്റ് ആക്കിയിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുട്ടയുടെ മഞ്ഞയ്ക്ക് പകരമായിട്ട് പാല് ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഒറിഗാനോ ചേർക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒരു നല്ലൊരു എരിവ് കിട്ടും. കുഞ്ഞുങ്ങൾക്കായതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് എരിവ് ചേർക്കാത്തതാണ്. ഇനി ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഓവൻ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓവനിലേക്ക് വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ ഓവൻ അനുസരിച്ചിട്ടും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഓവൻ അനുസരിച്ചിട്ട് ചെയ്തെടുത്താൽ മതി. 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മുകൾ ഭാഗമൊക്കെ നല്ലൊരു ബ്രൗൺ കളറിൽ കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു ചൂടോടുകൂടി തന്നെ ഇത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ്. പുറമേ ആ ചീസിൻ്റെ ഒക്കെ കോട്ടിങ് കൂടെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ബ്രെഡിന്. അപ്പോൾ എല്ലാവരും ഈ ബ്രെഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാത്തവരൊക്കെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്